ഹലോ ഓൾ, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്കാണ് റെഗുലേഷൻ ഓഫ് റെസ്പിറേഷൻ. റെഗുലേഷൻ ഓഫ് റെസ്പിറേഷൻ വൺ ഓഫ് ദ കോർ ടോപ്പിക്കാണ്. മെയിൻലി ഇത് എസ്സേസിൻ്റെ സബ് ക്വസ്റ്റ്യൻ ആയിട്ടോ അല്ലെങ്കിൽ ഷോർട്ട് എസ്സേസ് ആയിട്ടോ ആണ് ചോദിച്ചിട്ടുള്ളത്. സോ റെഗുലേഷൻ ഓഫ് റെസ്പിറേഷൻ എന്ന് പറയുമ്പോൾ ന്യൂറൽ റെഗുലേഷനും ഉണ്ട്, കെമിക്കൽ റെഗുലേഷനും ഉണ്ട്. ന്യൂറൽ റെഗുലേഷൻ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് തന്നെ ഓട്ടോമാറ്റിക് കൺട്രോളും ഉണ്ട്, വോളണ്ടറി കൺട്രോളും ഉണ്ട്. ഓട്ടോമാറ്റിക് കൺട്രോളിൽ നമ്മുടെ ബ്രെയിൻ സ്റ്റെമിലുള്ള കുറച്ച് ഗ്രൂപ്പ് ഓഫ് ന്യൂറോൺസ് ഉണ്ട്. അതിനാണ് നമ്മൾ റെസ്പിറേറ്ററി സെൻറ്റേഴ്സ് എന്ന് പറയുന്നത്. റെസ്പിറേറ്ററി സെൻറ്റേഴ്സ് ആണ് നമ്മുടെ റെസ്പിറേഷനിൽ കൺട്രോൾ ചെയ്യുന്നത്. ഈ റെസ്പിറേറ്ററി സെൻറ്റേഴ്സിനെ തന്നെ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. മെഡുലറി സെൻറ്റേഴ്സ് ഉണ്ട്, പോണ്ടൈൻ സെൻറ്റേഴ്സ് ഉണ്ട്. മെഡുലറി സെൻറ്റേഴ്സ് ആണ് മെയിൻലി മൂന്നെണ്ണം: പ്രീ ബോർഡ്സിംഗർ കോംപ്ലക്സ്, DRG, VRG. പോണ്ടൈൻ സെൻറ്റേഴ്സ് ആണ് ന്യൂമോടാക്സിക് സെൻറ്റർ ആൻഡ് അമ്ന്യൂസ്റ്റിക് സെൻറ്റർ. നമ്മൾ ഈ 5 എണ്ണത്തിനെ കുറിച്ച് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കണം. സോ ഫസ്റ്റ് വൺ നോക്കിക്കഴിഞ്ഞാൽ പ്രീ ബോർഡ്സിംഗർ കോംപ്ലക്സ്. പ്രീ ബോർഡ്സിംഗർ കോംപ്ലക്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ സ്മോൾ ഗ്രൂപ്പ് ഓഫ് പേസ് മേക്കർ സെൽസ് ആണ് ലൊക്കേറ്റഡ് ഓൺ ഏതർ സൈഡ് ഓഫ് ദ മെഡുല ബിറ്റ്വീൻ ന്യൂക്ലിയസ് ആംബിഗസ് ആൻഡ് ലാറ്ററൽ റെറ്റിക്കുലേറ്റ് ന്യൂക്ലിയസ്. ഇത് അതിൻ്റെ ഒരു സ്കിമാറ്റിക് റെപ്രസെൻറ്റേഷൻ ആണ്. ഇതാണ് നമ്മുടെ മെഡുല. മെഡുലയുടെ ന്യൂക്ലിയസ് ആംബിഗസിൻ്റെയും ലാറ്ററൽ റെറ്റിക്കുലേറ്റ് ന്യൂക്ലിയസിൻ്റെയും നടുക്കായിട്ട് ഏതർ സൈഡിൽ കാണുന്നതാണ് നമ്മുടെ പ്രീ ബോർഡ്സിംഗർ കോംപ്ലക്സ്. ഇതിൻ്റെ മെയിൻ ഫങ്ഷൻ എന്താണെന്ന് വെച്ചാൽ റെസ്പിറേറ്ററി കൺട്രോൾ പാറ്റേൺ ജനറേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ മെയിൻ ഫങ്ഷൻ. അതെങ്ങനെയാണ് ജനറേറ്റ് ചെയ്യുന്നത്? നമ്മൾ പറഞ്ഞു ഇത് പേസ് മേക്കർ സെൽസ് ആണെന്ന്. സോ ഇത് റിതമിക്കലി ഇമ്പൾസസ് ഡിസ്ചാർജ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഈ ഡിസ്ചാർജ് ചെയ്ത ഇമ്പൾസസ് നമ്മുടെ നെർവ് ട്രാക്സ് വഴി നമ്മുടെ ആൻറ്റീരിയർ ഹോൺ സെൽസിലുള്ള റെസ്പിറേറ്ററി മോട്ടോർ ന്യൂറോൺസിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. ഈ റെസ്പിറേറ്ററി മോട്ടോർ ന്യൂറോൺസ് വഴി മസിൽസ് ഓഫ് റെസ്പിറേഷനിലേക്ക് സിഗ്നൽസ് ചെല്ലുന്നു. അതായത് ഒന്നുകൂടെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞാൽ ഈ നമ്മുടെ ആൻറ്റീരിയർ ഹോൺ സെൽസിലെത്തിയ സിഗ്നൽസ് നമ്മുടെ റെസ്പിറേറ്ററി മോട്ടോർ ന്യൂറോൺസ് ആയിട്ട് ഫ്രെനിക് നെർവിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. ഫ്രെനിക് നെർവ് ചെന്നിട്ട് നമ്മുടെ ഡയഫ്രത്തിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു ആൻഡ് ഇൻ്റർകോസ്റ്റൽ നെർവ്സിനെ സ്റ്റിമുലേറ്റ് ചെയ്ത് അത് ചെന്ന് എക്സ്റ്റേണൽ ഇൻ്റർകോസ്റ്റൽ മസിൽസിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. അതാണ് പ്രീ ബോർഡ്സിംഗർ കോംപ്ലക്സിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ഇനി നമ്മുടെ അടുത്ത റെസ്പിറേറ്ററി സെൻറ്ററാണ് ഡോർസൽ റെസ്പിറേറ്ററി ഗ്രൂപ്പ് ഓഫ് ന്യൂറോൺസ്. അതെവിടെയായിരിക്കുന്നത്? ഡോർസൽ പോർഷൻ ഓഫ് ദ മെഡുല ആൻഡ് അറൗണ്ട് ദ ന്യൂക്ലിയസ് ട്രാക്ടസ് സോളിറ്റേറിയസിലാണ് നമ്മുടെ DRG കാണുന്നത്. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നോർമൽ ക്വയറ്റ് ആയിട്ടുള്ള റെസ്പിറേഷൻ്റെ അകത്ത് ഇതിൻ്റെ അകത്തുള്ള ഈ DRGയിലുള്ള ന്യൂറോൺസ് ആക്റ്റീവായിട്ടിരിക്കും. അതിലേക്ക് എവിടെ നിന്നൊക്കെ സിഗ്നൽ വരും? നമ്മുടെ പെരിഫറൽ കീമോ റിസപ്റ്റേഴ്സ്, ബാരോ റിസപ്റ്റേഴ്സ് ഇൻ ദ എയർവേസ് ആൻഡ് ലങ്സ്, ഇവിടെ നിന്നൊക്കെയുള്ള സിഗ്നൽസ് നമ്മുടെ ഗ്ലോസോഫാരിഞ്ചൽ നെർവും വേഗസ് നെർവും വഴി നമ്മുടെ DRGയിലേക്ക് എത്തുന്നു. DRGയിലെത്തിയ സിഗ്നൽസിനെ അവർ പ്രീ ബോർഡ്സിംഗർ കോംപ്ലക്സിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുന്നു. ഇനി DRGയുടെ മെയിൻ ഫങ്ഷൻ എന്താണ്? കൺട്രോൾ റേറ്റ് ആൻഡ് ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ റെസ്പിറേഷൻ. ഇതാണ് നമ്മുടെ DRGയുടെ മെയിൻ ഫങ്ഷൻ. സോ നമ്മൾ DRG പഠിച്ചു കഴിഞ്ഞാൽ ഇനി നമ്മുടെ നെക്സ്റ്റ് സെൻറ്ററാണ് VRG, അതായത് വെൻട്രൽ റെസ്പിറേറ്ററി ഗ്രൂപ്പ് ഓഫ് ന്യൂറോൺസ്. ഇത് എവിടെയാണ് ലൊക്കേറ്റഡ് ആയിട്ടിരിക്കുന്നത്? ഈച്ച് സൈഡ് ഓഫ് ദ മെഡുല ആൻറ്റീരിയർ ആൻഡ് ലാറ്ററൽ ടു ദ DRG ബിറ്റ്വീൻ ന്യൂക്ലിയസ് ആംബിഗസ് ആൻഡ് റെട്രോഫേഷ്യാലിസ്. ഇത് നമ്മൾ DRG പറഞ്ഞത് എന്താ? അവർ നോർമൽ ക്വയറ്റ് റെസ്പിറേഷനിൽ ആക്റ്റീവ് ആയിരിക്കും എന്നല്ലേ. പക്ഷേ ഇവിടെ VRGയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവർ നമ്മുടെ നോർമൽ ക്വയറ്റ് റെസ്പിറേഷനിൽ ഇനാക്റ്റീവ് ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ നമ്മൾ എക്സസൈസ് ചെയ്യാണ്, അപ്പോൾ നമുക്ക് ഫോഴ്സ്ഫുൾ ആയിട്ടുള്ള ബ്രീത്തിങ് വേണ്ടേ? അപ്പോൾ നമ്മുടെ VRG ആക്ടിവേറ്റഡ് ആവും. ദാറ്റ് ഈസ് ആക്റ്റീവ് ഡ്യൂറിങ് ഫോഴ്സ്ഫുൾ റെസ്പിറേഷൻ ആൻഡ് ഇറ്റ് കോൺട്രിബ്യൂട്ട് ടു ദ എക്സ്ട്രാ റെസ്പിറേറ്ററി ഡ്രൈവ് and give powerful expiratory signals to abdominal muscles during heavy expiration. നമുക്കറിയാം നമ്മുടെ അബ്ഡോമിനൽ മസിൽസ് ആണ് നമുക്ക് ഫോഴ്സ്ഫുൾ ആയിട്ടുള്ള റെസ്പിറേഷനിൽ ഹെൽപ്പ് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പം നമ്മുടെ VRG നമുക്ക് എപ്പോഴാണോ ഫോഴ്സ്ഫുൾ റെസ്പിറേഷൻ വേണ്ടത് അപ്പോൾ ആക്ടിവേറ്റഡ് ആയിട്ട് നമ്മുടെ അബ്ഡോമിനൽ മസിൽസിനെ സ്ട്രോങ് ആയിട്ട് സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. ഇതാണ് നമ്മുടെ ഫിഗർ. ഈ ഫിഗർ വരച്ച് വെച്ചാൽ നമുക്ക് കുറച്ചുകൂടെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. സോ ദിസ് ഈസ് അവർ ബ്രെയിൻ സ്റ്റമ്മിൻ്റെ ഇതാണ് നമ്മുടെ 4th വെൻട്രിക്കിൾ ആൻഡ് നമ്മൾ പഠിച്ച മെഡുലറി സെൻറ്റേഴ്സാണ് നമ്മുടെ DRG ആൻഡ് ദിസ് ഈസ് അവർ VRG. ഇനി നമുക്ക് അടുത്ത പഠിക്കാനുള്ളതാണ് അവർ പോണ്ടൈൻ സെൻറ്റേഴ്സ്. നമ്മൾ പറഞ്ഞു 2 എണ്ണം ഉണ്ട്: ന്യൂമോടാക്സിക് സെൻറ്റർ ആൻഡ് അമ്ന്യൂസ്റ്റിക് സെൻറ്റർ. ആൻഡ് അപ്പർ പോൺസിലുള്ള ഇതാണ് നമ്മുടെ ന്യൂമോടാക്സിക് സെൻറ്റർ ആൻഡ് ലോവർ പോൺസിലുള്ള ഇതാണ് നമ്മുടെ അമ്ന്യൂസ്റ്റിക് സെൻറ്റർ. സോ നമ്മളിപ്പോൾ മെഡുലറി സെൻറ്റേഴ്സിനെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞു. മെഡുലറി സെൻറ്റേഴ്സ് ഏതൊക്കെയാണ്? പ്രീ ബോർഡ്സിംഗർ കോംപ്ലക്സ്, VRG ആൻഡ് DRG.
ഇനി അടുത്ത് നമ്മൾ പഠിക്കുന്നതാണ് പോണ്ടൈൻ സെൻറ്റേഴ്സ്. പോണ്ടൈൻ സെൻറ്റേഴ്സിൻ്റെ അകത്ത് രണ്ടെണ്ണമാണുള്ളത്, ന്യൂമോടാക്സിക് സെൻറ്ററും ആംനിയോസ്റ്റിക് സെൻറ്ററും. ന്യൂമോടാക്സിക് സെൻറ്ററിൻ്റെ അകത്ത് അത് എവിടെയാണ്? അപ്പർ പോൺസിലാണ് ഇത് ലൊക്കേറ്റഡ് ആയിട്ടിരിക്കുന്നത്. അതിൻ്റെ മെയിൻ ഫങ്ഷൻ എന്ന് വെച്ചാൽ നമ്മുടെ ഇൻസ്പിറേഷനും എക്സ്പിറേഷനും തമ്മിലുള്ള സ്വിച്ചിങ് കോർഡിനേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ മെയിൻ ഫങ്ഷൻ. സോ ഇറ്റ് കോർഡിനേറ്റ്സ് റെസ്പിറേഷൻ ബൈ സ്വിച്ചിങ് ബിറ്റ്വീൻ ഇൻസ്പിറേഷൻ ആൻഡ് എക്സ്പിറേഷൻ. ഇപ്പം നമ്മുടെ ന്യൂമോടാക്സിക് സെൻറ്റർ ഡാമേജ്ഡ് ആയി, അത് പ്രോപ്പർലി വർക്ക് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്പിറേഷനും എക്സ്പിറേഷനും തമ്മിലുള്ള സ്വിച്ചിങ് ഡിലേഡ് ആവും. അതായത് നമ്മുടെ ബ്രീത്തിങ് സ്ലോ ആവും. ബ്രീത്തിങ് സ്ലോ ആയി എന്താ പറ്റുക? നമ്മൾ 1 മിനിറ്റിൽ എത്ര പ്രാവശ്യമാണോ റെസ്പയർ ചെയ്യുന്നത്, അതായത് നമ്മുടെ റെസ്പിറേറ്ററി റേറ്റ് അത് കുറയും. സോ ഡിക്രീസ് റെസ്പിറേറ്ററി റേറ്റ് ആൻഡ് നമ്മൾ ഒരു പ്രാവശ്യം റെസ്പയർ ചെയ്യുമ്പോൾ ടൈം കൂടുകയല്ലേ, അപ്പോൾ അത്രത്തോളം വോളിയം ഓഫ് എയർ അല്ലേ നമ്മുടെ ഉള്ളിലേക്ക് വരുന്നത്. സോ ടൈഡൽ വോളിയം ഇൻക്രീസും ചെയ്യും. സോ ന്യൂമോടാക്സിക് സെൻറ്റർ ഡാമേജ്ഡ് ആയി കഴിഞ്ഞാൽ റെസ്പിറേറ്ററി റേറ്റ് കുറയും, പക്ഷേ ടൈഡൽ വോളിയം കൂടും. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് നമ്മുടെ ന്യൂമോടാക്സിക് സെൻറ്ററിൻ്റെ സിഗ്നൽസ് ഭയങ്കര സ്ട്രോങ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഡ്യൂറേഷൻ ഓഫ് റെസ്പിറേഷൻ ഭയങ്കരമായിട്ട് കുറയും. അതായത് ഇൻസ്പിറേഷൻ എക്സ്പിറേഷൻ തമ്മിലുള്ള സ്വിച്ചിങ് പെട്ടെന്ന് നടക്കും. പെട്ടെന്ന് നടന്നു കഴിഞ്ഞാൽ എന്താ പറ്റുക? നമ്മുടെ റേറ്റ് ഓഫ് റെസ്പിറേഷൻ കൂടും, പക്ഷേ ടൈഡൽ വോളിയം കുറയും. സോ ന്യൂമോടാക്സിക് സെൻറ്ററിനെ കുറിച്ച് അത്രേ പറയാനുള്ളൂ. ഇനി നെക്സ്റ്റ് വണ്ണാണ് ആംനിയോസ്റ്റിക് സെൻറ്റർ. ആംനിയോസ്റ്റിക് സെൻറ്റർ നമ്മുടെ ലോവർ പോൺസിലാണ് ലൊക്കേറ്റഡ് ആയിട്ടിരിക്കുന്നത്. ആൻഡ് ഇറ്റ് സ്ട്രോങ്ലി ആക്ടിവേറ്റ്സ് മെഡുലറി ഇൻസ്പിറേറ്ററി സെൻറ്റേഴ്സ് ആൻഡ് ഇറ്റ് ഈസ് ഇൻഹിബിറ്റഡ് ബൈ ന്യൂമോടാക്സിക് സെൻറ്റർ. സോ നമ്മളിപ്പോൾ മെഡുലറി സെൻറ്റേഴ്സിനെ കുറിച്ച് പഠിച്ചു ആൻഡ് പോണ്ടൈൻ സെൻറ്റേഴ്സിനെ കുറിച്ച് പഠിച്ചു. ഇനി ഒരു ചെറിയ സ്മോൾ ടോപ്പിക്കാണ് ഇഫക്റ്റ് ഓഫ് വേഗസ് നെർവ്. വേഗസ് നെർവിൻ്റെ ഇഫക്റ്റ് എന്താണ് റെസ്പിറേഷൻ്റെ അകത്തുള്ളത്? നമ്മളിപ്പോൾ റെസ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ ലങ്സ് സ്ട്രെച്ച് ആവുകയല്ലേ. ലങ്സ് സ്ട്രെച്ച് ആകുമ്പോൾ നമ്മുടെ വേഗസ് നെർവ് സ്റ്റിമുലേറ്റഡ് ആവും. ഈ വേഗസ് നെർവ് സ്റ്റിമുലേറ്റഡ് ആയിക്കഴിഞ്ഞാൽ നമ്മുടെ വേഗസ് നെർവ് വഴിയുള്ള സിഗ്നൽസ് നമ്മുടെ റെസ്പിറേറ്ററി സെൻറ്റേഴ്സിൽ പോയി അവരങ്ങ് ഇൻഹിബിറ്റ് ചെയ്ത് കളയും. ഇൻഹിബിറ്റ് ചെയ്ത് എന്താ പറ്റുക? ഡെപ്ത് ഓഫ് റെസ്പിറേഷൻ ഡിക്രീസ് ചെയ്യും. അതുകൊണ്ടാണ് വേഗോട്ടമി ചെയ്ത പേഷ്യൻസിൽ ഡെപ്ത് ഓഫ് ഇൻസ്പിറേഷൻ കൂടിയിരിക്കുന്നത്. സോ ഇത്രയും നേരം നമ്മൾ പഠിച്ചത് ഓട്ടോമാറ്റിക് കൺട്രോളിലായിരുന്നു. ഓട്ടോമാറ്റിക് കൺട്രോളിൽ നമ്മൾ റെസ്പിറേറ്ററി സെൻറ്റേഴ്സ് പഠിച്ചു, ഇഫക്റ്റ് ഓഫ് വേഗസ് നെർവും പഠിച്ചു. ഇനി അടുത്തത് നമ്മൾ നോക്കുന്നതാണ് വോളണ്ടറി കൺട്രോൾ. വോളണ്ടറി കൺട്രോൾ എന്ന് പറയുന്നത് നമ്മുടെ റെസ്പിറേഷൻ കുറച്ച് നേരത്തേക്ക് നമുക്ക് വോളണ്ടറിലി നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അത് എവിടെ നിന്നാണ് അതിൻ്റെ സിഗ്നൽ വരുന്നത്? നമ്മുടെ സെറിബ്രൽ കോർട്ടെക്സിൽ നിന്നാണ് അതിൻ്റെ സിഗ്നൽ വരുന്നത്. അതിൻ്റെ പാത്ത് എങ്ങനെയാണ്? കോർട്ടെക്സിൽ നിന്നുള്ള സിഗ്നൽ നമ്മുടെ കോർട്ടിക്കോ സ്പൈനൽ ട്രാക്റ്റ് വഴി നമ്മുടെ റെസ്പിറേറ്ററി മസിൽസിനെ ഇന്നവേറ്റ് ചെയ്യുന്ന മോട്ടോർ ന്യൂറോൺസിലേക്ക് ചെല്ലുന്നു. അതായത് നമ്മുടെ മെഡുലറി സെൻറ്റേഴ്സിലേക്ക് കയറാതെ കോർട്ടെക്സിൽ നിന്ന് നേരെ നമ്മുടെ റെസ്പിറേറ്ററി മസിൽസിലേക്കാണ് ഈ സിഗ്നൽസ് ചെല്ലുന്നത്. ഈ വോളണ്ടറി ഇൻഹിബിഷൻ നമുക്ക് കുറച്ച് നേരത്തേക്ക് 40 to 60 സെക്കൻഡ്സ് മാത്രമേ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. കുറച്ച് കഴിയുമ്പോൾ ഈ വോളണ്ടറി കൺട്രോളിനെ ഓവർ റിഡൺ ചെയ്യും. അതിനെയാണ് നമ്മൾ ബ്രേക്കിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ബ്രീത്തിങ്ങിനെ നമുക്ക് ഇനി കുറച്ച് നേരം കൂടെ ഹോൾഡ് ചെയ്യാൻ പറ്റത്തില്ല. ആ പോയിന്റിനെയാണ് നമ്മൾ ബ്രേക്കിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. അത് എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? നമ്മുടെ ആർട്ടീരിയൽ ബ്ലഡിലുള്ള PCO2 കൂടുകയാണ്, PO2 കുറയാണ്. ആ കണ്ടീഷൻ ആവുമ്പോഴാണ് നമ്മുടെ ബ്രേക്കിംഗ് പോയിന്റ് ഉണ്ടാകുന്നത്. ഇനി ഒരു ക്ലിനിക്കൽ കണ്ടീഷനാണ് ഓൺലൈൻ സ്കേഴ്സ്. ഓൺലൈൻ സ്കേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ നോർമലായിട്ടുള്ള ഒരാൾക്ക് ബ്രീത്ത് ചെയ്യാൻ അയാൾ അറിയാണ്ട് തന്നെ ബ്രീത്ത് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ഓൺലൈൻ സ്കേഴ്സ് എന്നൊക്കെയുള്ള ക്ലിനിക്കൽ കണ്ടീഷനുള്ള ഒരാൾക്ക് അയാൾ എണീച്ചിരുന്ന് അയാൾ ബ്രീത്ത് ചെയ്യണമെന്ന് ഓർത്താൽ മാത്രമേ അയാൾക്ക് ബ്രീത്ത് ചെയ്യാൻ പറ്റുള്ളൂ. അയാൾ എന്നാലേ ജീവിച്ചിരിക്കുകയുള്ളൂ. അയാൾ ഉറങ്ങിക്കഴിഞ്ഞവരെ അയാൾ ചിലപ്പോൾ മരിച്ചു പോകും. സോ എന്താ അവിടെ സംഭവിക്കുന്നത്? ഓട്ടോമാറ്റിക് കൺട്രോൾ അവിടെ ഇൻറ്ററപ്റ്റഡ് ആവുകയാണ്. പക്ഷേ വോളണ്ടറി കൺട്രോളിന് അവിടെ കുഴപ്പമൊന്നുമില്ല, ഇൻടാക്റ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ പേഷ്യൻ്റ് എന്ത് ചെയ്യണം? എവേക്കായിട്ടും റിമെമ്പർ ടു ബ്രീത്ത് ചെയ്തു ഇരുന്നാലേ ആൾ ലൈവായിട്ട് ഇരിക്കുകയുള്ളൂ. അത് ഏതൊക്കെ കണ്ടീഷനിലാണ് കാണുന്നത്? ബൾബാർ പോളിയോ മൈലൈറ്റിസ് ആൻഡ് ഡിസീസസ് ദാറ്റ് കംപ്രസ് ദ മെഡുല. ഈ 2 കണ്ടീഷനിലുമാണ് ഓൺലൈൻ സ്കേഴ്സ് നമുക്ക് കാണാൻ പറ്റുന്നത്. സോ ദാറ്റ് ഈസ് ഓൾ അബൌട്ട് ദ ന്യൂറൽ കൺട്രോൾ. ഇനി അടുത്ത നമ്മൾ പഠിക്കുന്നതാണ് കെമിക്കൽ റെഗുലേഷൻ ഓഫ് റെസ്പിറേഷൻ. കെമിക്കൽ റെഗുലേഷൻ ഓഫ് റെസ്പിറേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ബ്ലഡിലുള്ള കാർബൺ ഡൈ ഓക്സൈഡ്, ഓക്സിജൻ്റെ ഇതിൻ്റെയൊക്കെ പാർഷ്യൽ പ്രഷർ അല്ലെങ്കിൽ H+ൻ്റെ കോൺസെൻട്രേഷൻ ഇതൊക്കെ നോക്കിയിട്ട് നമ്മുടെ റെസ്പിറേഷനെ കൺട്രോൾ ചെയ്യുന്നതാണ് കെമിക്കൽ റെഗുലേഷൻ എന്ന് നമ്മൾ പറയുന്നത്. സോ റെസ്പിറേഷൻ എപ്പോഴാണ് സ്റ്റിമുലേറ്റഡ് ആവുന്നത്? നമ്മുടെ
പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് നമ്മുടെ ബ്ലഡിൽ കൂടുകയാണ്, അല്ലെങ്കിൽ H+ൻ്റെ കോൺസെൻട്രേഷൻ കൂടുകയാണ്, അല്ലെങ്കിൽ ഓക്സിജൻ്റെ പാർഷ്യൽ പ്രഷർ കുറയുകയാണ്. ഈ കണ്ടീഷനൊക്കെ ഉണ്ടാകുമ്പോൾ എന്താണ് നടക്കുന്നത്? നമ്മുടെ റെസ്പിറേഷൻ സ്റ്റിമുലേറ്റഡ് ആവുകയാണ് ചെയ്യുന്നത്. ഇനി ഈ കെമിക്കൽ റെഗുലേഷൻ്റെ അകത്ത് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു കാര്യമാണ് കീമോ റിസപ്റ്റേഴ്സ്. സോ കീമോ റിസപ്റ്റേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ കീമോ റിസപ്റ്റേഴ്സ് നമ്മുടെ ബ്ലഡിൽ ഉണ്ടാകുന്ന കെമിക്കൽ ചേഞ്ചസിന് ഡിറ്റക്റ്റ് ചെയ്ത് അതിന് ഉള്ള റെസ്പോൺസ് കൊണ്ടുവരലാണ് നമ്മുടെ കീമോ റിസപ്റ്റേഴ്സിൻ്റെ ജോലി. കീമോ റിസപ്റ്റേഴ്സ് തന്നെ 2 ടൈപ്സ് ഉണ്ട്. സെൻട്രൽ കീമോ റിസപ്റ്റേഴ്സും ഉണ്ട്, പെരിഫറൽ കീമോ റിസപ്റ്റേഴ്സും ഉണ്ട്. സെൻട്രൽ കീമോ റിസപ്റ്റേഴ്സ് എന്ന് പറയുന്നത് എവിടെയാണ് ലൊക്കേറ്റഡ് ആയിട്ടിരിക്കുന്നത്? വെൻട്രൽ സർഫസ് ഓഫ് മെഡുലയുടെ ബിനീത്ത് ആയിട്ടാണ് നമ്മുടെ കീമോ റിസപ്റ്റേഴ്സ് ലൊക്കേറ്റഡ് ആയിട്ടിരിക്കുന്നത്. ഇനി ഇത് എപ്പോഴാണ് സ്റ്റിമുലേറ്റഡ് ആവുന്നത്? നമ്മുടെ CSFലോ അല്ലെങ്കിൽ ബ്രെയിൻ ISFലോ ഉള്ള H+ൻ്റെ കോൺസെൻട്രേഷൻ ചേഞ്ച് ചെയ്യാണ്. അതായത് നമ്മുടെ CSFലുള്ള H+ൻ്റെ കോൺസെൻട്രേഷൻ കൂടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സെൻട്രൽ കീമോ റിസപ്റ്റേഴ്സ് സ്റ്റിമുലേറ്റഡ് ആവും. പക്ഷേ നമ്മുടെ ബ്ലഡിലുള്ള H+ കോൺസെൻട്രേഷന് അധികം ഇഫക്റ്റ് ഒന്നുമില്ല സെൻട്രൽ കീമോ റിസപ്റ്റേഴ്സിന്. കാരണം എന്താ? ഈ H+ന് ബ്ലഡ് ബ്രെയിൻ ബാരിയർ ക്രോസ് ചെയ്യാനുള്ള കഴിവില്ല. പക്ഷേ ബ്ലഡിലുള്ള കാർബൺ ഡൈ ഓക്സൈഡിന് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഇൻഡയറക്റ്റ് ഇഫക്റ്റ് ഉണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ കാർബൺ ഡൈ ഓക്സൈഡ് നമ്മുടെ ബ്ലഡ് ബ്രെയിൻ ബാരിയറിനെ പെട്ടെന്ന് അങ്ങ് പെനിട്രേറ്റ് ചെയ്യും. പെനിട്രേറ്റ് ചെയ്ത് ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ ഇതെന്ത് ചെയ്യും? നമ്മുടെ വാട്ടറുമായിട്ട് കമ്പൈൻ ചെയ്ത് കാർബോണിക് ആസിഡ് ഉണ്ടാവും. ഈ കാർബോണിക് ആസിഡ് ഡിസോസിയേറ്റ് ചെയ്ത് H+ഉം HCO3- ഉണ്ടാവും. ഈ H+ ഉണ്ടായില്ലേ, ഇവൻ ചെന്നിട്ട് നമ്മുടെ സെൻട്രൽ കീമോ റിസപ്റ്റേഴ്സിനെ അങ്ങ് ആക്ടിവേറ്റ് ചെയ്യും. അങ്ങനെയാണ് സ്ട്രോങ് ഇൻഡയറക്റ്റ് ഇഫക്റ്റ് ഉണ്ടാകുന്നത്. അതേ സമയത്ത് നമ്മുടെ ഓക്സിജന് നമ്മുടെ സെൻട്രൽ കീമോ റിസപ്റ്റേഴ്സിന് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള എഫക്റ്റ് ഒന്നുമില്ല. അതാണ് നമുക്ക് സെൻട്രൽ കീമോ റിസപ്റ്റേഴ്സിനെ കുറിച്ച് പഠിക്കാനുള്ളത്. ഇനി നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളതാണ് പെരിഫറൽ കീമോ റിസപ്റ്റേഴ്സ്. പെരിഫറൽ കീമോ റിസപ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ മെയിൻലി നമ്മൾ 2 എണ്ണമാണ് പറയുന്നത്, കരോട്ടിഡ് ബോഡി ആൻഡ് അയോട്ടിക് ബോഡീസ്. കരോട്ടിഡ് ബോഡീസ് എവിടെയാണ് കാണുന്നത്? നമ്മുടെ കരോട്ടിഡ് ആർട്ടറിയുടെ ബൈഫർക്കേഷൻ, അതായത് നമ്മുടെ കരോട്ടിഡ് ആർട്ടറി വന്നിട്ട് ഇന്റേണൽ കരോട്ടിഡ് ആൻഡ് എക്സ്റ്റേണൽ കരോട്ടിഡ് ആയിട്ട് മാറുന്ന ബൈഫർക്കേഷനിലാണ് നമ്മുടെ കരോട്ടിഡ് ബോഡീസ് കാണുന്നത്. അതേസമയം അയോട്ടിക് ബോഡീസ് എവിടെയാണ് കാണുന്നത്? നമ്മുടെ ആർച്ച് ഓഫ് അയോട്ടയുടെ അടുത്തായിട്ടാണ് അയോട്ടിക് ബോഡീസ് കാണുന്നത്. ഇനി ഇതാണ് നമ്മുടെ ഒരു പെരിഫറൽ കീമോ റിസപ്റ്റേഴ്സിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇതിന് മെയിൻലി 2 ടൈപ്സ് ഓഫ് സെൽസ് ഉണ്ട്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ടൈപ്പ് 1 സെൽ അല്ലെങ്കിൽ ഗ്ലോമസ് സെൽസ് എന്ന് പറയും. രണ്ടാമത്തത് ടൈപ്പ് 2 സെൽസ്, അതൊരു സറൗണ്ടിങ് സെൽസ് ആണ്. ഇനി ഗ്ലോമസ് സെൽസിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗ്ലോമസ് സെൽസ് നമ്മുടെ നെർവ് എൻഡിങ്സുമായിട്ട് അസോസിയേറ്റ് ചെയ്തായിരിക്കും കാണുന്നത്. ആൻഡ് ഇറ്റ് കണ്ടെയ്ൻസ് ഗ്രാനുവൽസ് വിച്ച് കണ്ടെയ്ൻ കാറ്റക്കോളമൈൻസ്. ഇപ്പം നമുക്ക് ഹൈപ്പോക്സിയ ഉണ്ടാവുകയാണ്, എക്സ്പോഷർ ടു ഹൈപ്പോക്സിയ ഉണ്ടായി. ഹൈപ്പോക്സിയ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ ഓക്സിജൻ സെൻസിറ്റീവ് പൊട്ടാഷ്യം ചാനലിൻ്റെ കണ്ടക്റ്റൻസ് കുറയും. അപ്പം എന്ത് പറ്റും? പൊട്ടാഷ്യത്തിൻ്റെ ഇഫ്ലക്സ് കുറയും. ഇഫ്ലക്സ് കുറയുമ്പോൾ ഡീപോളറൈസേഷൻ ഓഫ് സെൽസ് ഉണ്ടാവും. ഡീപോളറൈസേഷൻ ഉണ്ടായാൽ നമ്മുടെ പുറത്തുള്ള കാൽഷ്യം എല്ലാം കൂടെ നമ്മുടെ സെല്ലിൻ്റെ ഉള്ളിലേക്ക് കയറും. സെല്ലിൻ്റെ ഉള്ളിലേക്ക് ഈ കാൽഷ്യം കയറി കഴിഞ്ഞാൽ എന്ത് പറ്റും? നമ്മുടെ ഈ ഗ്രാനുവൽസിൽ പോയി കാൽഷ്യം ആക്ട് ചെയ്ത് എക്സോസൈറ്റോസിസ് ഉണ്ടായി അവിടെ നിന്ന് ഡോപ്പമിൻ റിലീസ്ഡ് ആവും. ഈ ഡോപ്പമിൻ റിലീസ്ഡ് ആയാൽ എന്ത് പറ്റും? നമ്മുടെ അഫറൻ ന്യൂറോൺസ് എക്സൈറ്റ് ആയി അവിടെ നിന്ന് ഈ അഫറൻ ന്യൂറോൺസ് ചെന്ന് നമ്മുടെ റെസ്പിറേറ്ററി സെൻറ്റേഴ്സിനെ സ്റ്റിമുലേറ്റ് ചെയ്യും. അതാണ് പെരിഫറൽ കീമോ റിസപ്റ്റേഴ്സിൻ്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത്. സോ ഇപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ അഫറൻ ന്യൂറോൺസ്, അത് രണ്ടിനും നമ്മുടെ അയോട്ടിക് ബോഡിക്കും കരോട്ടിഡ് ബോഡിക്കും 2ആണ്. കരോട്ടിഡ് ബോഡിക്ക് ഗ്ലോസോഫാരിഞ്ചൽ നെർവ് ആണ് അഫറൻ നെർവ്, ആൻഡ് അയോട്ടിക് ബോഡിക്ക് ഇത് വേഗസ് നെർവ് ആണ്. ഇനി ടൈപ്പ് 2 സെൽസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് സറൗണ്ടിങ് ടൈപ്പ് 1 സെൽസ് ആയിട്ടാണ് നമ്മൾ കാണുന്നത്. ഗ്ലയാൽ ലൈക്ക് സെൽസ് ആണ്, സപ്പോർട്ടിങ് ടൈപ്പ് ഓഫ് സെൽസ് ആണ് ടൈപ്പ് 2 സെൽസ് എന്ന് പറയുന്നത്. പെരിഫറൽ കീമോ റിസപ്റ്റേഴ്സിന് വെരി ഹൈ ബ്ലഡ് ഫ്ലോ ഉണ്ട്. ഈ ഹൈ ബ്ലഡ് ഫ്ലോ ഉള്ളത് കൊണ്ട് തന്നെ അത് ഈ സെൽസിനൊക്കെ ഉള്ള ഓക്സിജൻ ഡിമാൻഡ് ഉണ്ടല്ലോ, ആ ഓക്സിജൻ ഡിമാൻഡ് നമ്മുടെ ഡിസോൾവ് ആയിട്ട് കിടക്കുന്ന ഓക്സിജൻ വഴിയാണ് ഈ സെൽസ് മീറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് എന്താ സംഭവിക്കുക? നമ്മുടെ അനീമിയ ഉണ്ടാവുന്നു, അല്ലെങ്കിൽ ഒരു കാർബൺ മോണോക്സൈഡ് പോയിസണിങ് കേസസിലൊക്കെ പെരിഫറൽ കീമോ റിസപ്റ്റേഴ്സ് സ്റ്റിമുലേറ്റഡ് ആവില്ല. കാരണം എന്താ? അവിടെ ഡിസോൾവ് ആയിട്ട് കിടക്കുന്ന ഓക്സിജന് വ്യത്യാസം വരുന്നില്ല. സോ നമ്മൾ റെഗുലേഷൻ ഓഫ് റെസ്പിറേഷൻ്റെ ഒരു സമ്മറി പറഞ്ഞു കഴിഞ്ഞാൽ റെഗുലേഷൻ 2 ടൈപ്സ് ഉണ്ട്,
ന്യൂറൽ ആൻഡ് കെമിക്കൽ. ന്യൂറലിൽ നമ്മൾ ഓട്ടോമാറ്റിക്കും പറഞ്ഞു, വോളണ്ടറിയും പറഞ്ഞു. ഓട്ടോമാറ്റിക്കിൽ നമ്മൾ 5 റെസ്പിറേറ്ററി സെൻറ്റേഴ്സിനെ കുറിച്ച് പറഞ്ഞു, 3 മെഡുലറി ആൻഡ് 2 പോണ്ടൈൻ സെൻറ്റേഴ്സിനെ കുറിച്ച് പറഞ്ഞു. ആൻഡ് വോളണ്ടറി കൺട്രോളിൽ നമ്മൾ സെറിബ്രൽ കോർട്ടക്സിൽ നിന്നാന്ന് പറഞ്ഞു. ആൻഡ് അതിൻ്റെ പാത്ത് വേ പറഞ്ഞു. ഇനി കെമിക്കൽ റെഗുലേഷൻ്റെ അകത്ത് നമ്മൾ കീമോ റിസെപ്റ്റേഴ്സിനെ കുറിച്ചാണ് പറഞ്ഞത്. മെയിൻലി കീമോ റിസെപ്റ്റേഴ്സ്, സെൻട്രൽ കീമോ റിസെപ്റ്റേഴ്സ് ഉണ്ട് ആൻഡ് പെരിഫറൽ കീമോ റിസെപ്റ്റേഴ്സ് ഉണ്ട്. So that is all about today's class. Thank you.